വെൽക്കം ബാക്ക് ടു ലിറ്റ് ലൈറ്റ് യൂട്യൂബ് ചാനൽ. തമസ് എന്ന നോവലിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവർ അത് പോയി കാണുക, ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്, അത് എത്രത്തോളം മനുഷ്യരെ തമ്മിൽ അകറ്റിയിട്ടുണ്ട്, എന്നാൽ മറ്റു പലരും മതരാഷ്ട്രീയ ഭേദമന്യേ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും മറ്റു മതസ്ഥരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോവലിലേക്ക് വരാം. പിന്നീട് നോവലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പുതിയ 2 ക്യാരക്ടേഴ്സിനെയാണ്, ഹർണം സിംഗ് ആൻഡ് ഹിസ് വൈഫ് ബാന്തോ. അവർ ഫോഴ്സ്ഫുള്ളി അവരുടെ വില്ലേജ് വിട്ടു പോകുന്നതാണ് പറയുന്നത്. മുസ്ലിം സിഖ് പ്രോബ്ലം വളരെ രൂക്ഷമായിട്ടുണ്ട്, അതിനാൽ തന്നെ അവർക്ക് അവരുടെ വില്ലേജിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് കാണിക്കുന്നത് മുസ്ലിങ്ങളും സിഖുകളും തമ്മിലുള്ള ഒരു കലാപത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പിന്നീട് നോവൽ പോകുന്നത്. സിഖിൻ്റെ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത് ജഥേദാർ കിഷൻ സിംഗ് ആണ്. മുസ്ലിങ്ങളിൽ ഷെയ്ഖ് ഗുലാം റസൂലാണ്. ഇവരുടെ ഇരു കൂട്ടരിലെയും ഉള്ള ലീഡേഴ്സായിട്ടുള്ള സുഹാൻ സിംഗ്, അതുപോലെ മിർ ദാദ്, ഇവരൊക്കെ സിറ്റുവേഷൻ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വേണ്ട എന്നുള്ള നിലക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വില പോകുന്നില്ല. പിന്നീട് കാണുന്നത് ഗോപാൽ സിംഗ് എന്ന വ്യക്തി നൂറ എന്ന ഓൾമോസ്റ്റ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ തെറ്റിദ്ധരിക്കുന്നതാണ്. ഗോപാൽ സിംഗ് വിചാരിക്കുന്നത് നൂറ ഒരു ഡാഗറും കൊണ്ട്, ഡാഗർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നൈഫ്, അതും കൊണ്ട് ഇവരെ ആക്രമിക്കാൻ വരികയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവരുടെ പ്രശ്നം രൂക്ഷമാകുന്നു. പിന്നീട് കാണുന്നത് സിംഗുകളുടെ കൂട്ടത്തിൽ നിന്ന് ബൽദേവ് സിംഗ് എന്ന ഒരാൾ തൻ്റെ ഭാര്യയെ കൊന്നതിന് പ്രതികാരമായി ബ്ലഡ് ഫോർ ബ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് കരീം ബക്ഷ് എന്ന ആളെ കൊല്ലുന്നു. ഇതോടുകൂടി അവർ പരസ്പരം പോരടിക്കുകയും ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഹർമൻ സിംഗും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ബാന്തോനിയും ആണ്. അവരുടെ വില്ലേജ് വിട്ട് പുറത്തേക്ക് കിടക്കുന്നു. ആദ്യം കാണുന്ന വീട്ടിൽ നിന്ന് തന്നെ അഭയം ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊരു മുസ്ലിം വീടായിരുന്നു. അവിടുത്തെ സ്ത്രീ അവർക്ക് അഭയം കൊടുക്കുന്നുണ്ട്. രാജു എന്നാണ് അവരുടെ പേര്. രാജു പറയുന്നുണ്ട്, ഹസ്ബൻഡ് കണ്ടാൽ പ്രശ്നമില്ല, ഹസ്ബൻഡ് ഒരു ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ മകൻ ഒരു ലീഗ് മെമ്പറാണ്, അതിനാൽ തന്നെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യത്തിൽ അവർക്ക് ഡൗട്ട് ഉണ്ട്. മനസ്സില്ല മനസ്സോടെ ഹർണം സിംഗും വൈഫും അവരുടെ കൂടെ കഴിയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ വൈഫിനെ ആദ്യം ഷൂട്ട് ചെയ്യുകയും ശേഷം അയാൾ മരിക്കുക എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു സ്ത്രീ കലാപകാരുടെ ഇടയിൽ അകപ്പെട്ടാൽ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അതിനാലാണ് ഇങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്. ശേഷം അവരുടെ കസിനായിട്ടുള്ള ഇഷാൻ അലി വരുന്നുണ്ട്. ഇഷാൻ അലിക്ക് ഇവർ ചെയ്ത ഈ പ്രവൃത്തി തീരെ ഇഷ്ടമായിട്ടില്ല. അവൻ അവരെ കൊല്ലാൻ നോക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് കൊല്ലാനൊന്നും പറ്റുന്നില്ല. അതിനുശേഷം റംസാൻ എന്ന പുതിയ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇഷാൻ അലിയുടെ മകനാണ് റംസാൻ. റംസാനും ആദ്യം ഇവരെ അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നീട് ഇഷാൻ അലിയും റംസാനും അവർക്ക് ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്. പിന്നീട് നോവലിൽ പറയുന്നത് ഇക്ബാൽ സിംഗ് എന്ന ആളെ ഫോഴ്സ്ഫുള്ളി മതം മാറ്റുന്ന ഒരു കാര്യമാണ്. കലാപകാരികൾ അയാളെ ഓടിച്ചു പിടിക്കുകയും ജീവനോടെ രക്ഷപ്പെടണമെങ്കിൽ മതം മാറണം എന്നൊരു കണ്ടീഷൻ അവർക്ക് മുന്നിൽ വെക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ ഇക്ബാൽ സിംഗ് അത് സ്വീകരിക്കുകയും മതം മാറുകയും ചെയ്യുന്നു. ശേഷം ഇക്ബാൽ അഹമ്മദ് എന്നൊരു പുതിയ ഐഡൻറ്റിറ്റി അവന് നൽകുന്നുണ്ട്. കലാപം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫൈനലി ഗവൺമെൻറ് ഇവരുടെ കലാപത്തിൽ ഇടപെടുന്നു. അതോടുകൂടി കലാപത്തിനൊരു എൻഡ് വരുന്നുണ്ട്. കലാപം തുടങ്ങി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ലോ ആൻഡ് ഓർഡർ അവിടെ റീസ്റ്റോർ ചെയ്യുന്നത്. അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നേതാക്കൾ സംസാരിക്കുന്നുണ്ട്. അവർക്ക് റെഫ്യൂജി ക്യാമ്പ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിച്ചാർഡ് ശേഷം തൻ്റെ ഭാര്യയും കൂട്ടി സെയ്ദ്പൂർ, അതായത് സിഖ്സും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ ബാക്കി പാത്രമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി അവർ പോകുന്നുണ്ട്. റിച്ചാർഡിന് ഇതൊന്നും കാണുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഇമോഷണൽ ഫീലിങ്സും ഇല്ല. ഇത് ലിസ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ മരണവും നശിച്ച നാടും കലാപത്തെ അതിജീവിച്ചവരുടെ കഷ്ടപ്പാടുകളും അവരുടെ വിഷമങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ബിഷം സഹിനി ഈ നോവൽ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ നോവലിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.